ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച് നടി മാലാ പാർവതി. മൊഴി നൽകിയ സമയത്ത് കേസിന് താൽപര്യമില്ലെന്ന് പറഞ്ഞിരുന്നതാണെന്ന് മാലാ പാർവതി പറയുന്നു. അതേസമയം സുപ്രീംകോടതിയിൽ നടി നൽകിയ ഹർജി അപ്രസക്തമാണെന്ന് WCC ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ കക്ഷി ചേരാൻ സംഘടന അപേക്ഷ നൽകി. ഹേമ കമ്മിറ്റി കാട്ടിയത് വിശ്വാസവഞ്ചനയാണെന്നാണ് നടി മാലാ പാർവതിയുടെ നിലപാട്. സിനിമാ രംഗത്ത് തങ്ങൾക്കുണ്ടായ ദുരനുഭവമാണ് മൊഴിയായി പലരും നൽകിയത്. മറ്റുള്ളവർക്കുണ്ടായ കേട്ടറിവുകളും പറഞ്ഞിരുന്നു. എന്നാൽ കേസിന് താൽപര്യമില്ലെന്ന് അന്നേ ഹേമ കമ്മിറ്റിയോട് താൻ പറഞ്ഞതാണ്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുകയും മൊഴിയെടുപ്പുകളുടെ ഭാഗമായി നിരപരാധികളെ അപമാനിക്കുകയുമാണെന്ന് മാലാ പാർവതി ആരോപിക്കുന്നു. വലിയൊരു ധർമ്മസങ്കടം സംഭവിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമാ മേഖലയിൽ സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ ആശാസ്യമല്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ള നടി ആക്രമിക്കപ്പെട്ടപ്പോൾ മുതലുണ്ടായ ഒരു സ്ത്രീകളുടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായ കമ്മിറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മളെ വിളിച്ച് നമ്മുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സത്യസന്ധമായി നമുക്കറിയാവുന്നതും നമുക്ക് അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതൊരു പരാതിയായിരുന്നില്ല, അതൊരു കേസ് കൊടുക്കലായിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. നമ്മൾ അനുഭവം തുറന്നു പറയലായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ട് നമുക്ക് നാളെ ഒരു നിയമമൊക്കെ ഉണ്ടാകും അതിനു വേണ്ടിയുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട്, അങ്ങനെയാണ് മൊഴി കൊടുത്തത്. അതിനുശേഷം പിന്നീടുണ്ടായ ബഹളം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇഷ്യൂസൊക്കെ ആയിട്ട് ഹൈക്കോടതി ഇടപെട്ടു. ഇതെല്ലാം തന്നെ FIR ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ FIR ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഞാൻ SIT എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് എന്ന് പറഞ്ഞു, എനിക്കിത് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം ഇത് നമുക്കിതിനകത്ത് എന്താ വേണ്ടത്? നാളെ ഒരു സിനിമയിൽ ഒരു കോൺട്രാക്ട് വയ്ക്കുമ്പോൾ അൺവാണ്ടഡ് ടച്ച് ഒഴിവാക്കണം ആക്ടേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും അല്ലെങ്കിൽ പ്രൊഡക്ഷനും ഒന്നും ബന്ധപ്പെട്ട ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലായിരുന്നു. ഷോർട്ടിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് ഒരാൾ ഗ്രൂപ്പ് ചെയ്തൊരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അതുപോലെ ഹിയർസേ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 FIR ആണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടേക്കുന്നത്. രണ്ടും ഇന്ന് റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് കേസ് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. കേസിന് താല്പര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നടി. ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെയാണ് ഹർജി. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതിനാൽ മാലാ പാർവതിയുടെ ഹർജി അപ്രസക്തമായെന്ന് WCC അഭിഭാഷക സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും സംസ്ഥാന വനിതാ കമ്മീഷനും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി WCCയും സുപ്രീം കോടതിയിലെത്തുന്നത്. ന്യൂസ് 18 കൊച്ചി.